ഇപ്പോൾ തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രിയുടെ മകൻ ഉപമുഖ്യമന്ത്രിയായി ഉദയനിധി സ്റ്റാലിൻ ഉപമുഖ്യമന്ത്രിയായി ചുമതലയേൽക്കുന്ന ചടങ്ങ് അവിടെ പുരോഗമിക്കുകയാണ് എന്നാണ് മനസ്സിലാകുന്നത്. തമിഴ്നാട് രാജ്ഭവനിൽ നിന്നുള്ള Sir, with your kind permission, may we begin the proceedings? முதலாக திரு ராஜேந்திரன் அவர்களுக்கு பதவியேற்பு உறுதிமொழியும் ரகசிய காப்பு உறுதிமொழியும் செய்து வைக்குமாறு மாண்புமிகு ஆளுநர் அவர்களை கேட்டுக்கொள்கிறேன். திரு இரா ராஜேந்திரன் அவர்களை பதவியேற்பு உறுதிமொழியும் ரகசிய காப்பு உறுதிமொழியும் எடுத்துக்கொள்ளுமாறு കേട്ടുകൊള്ളുகிறேன். മൂന്ന് മന്ത്രിമാരെ ഒഴിവാക്കിയാണ് സ്റ്റാലിൻ മന്ത്രിസഭയിൽ പുനഃസംഘടന ഉണ്ടാകുന്നത്. മകൻ ഉദയനിധി സ്റ്റാലിനെ ഉപമുഖ്യമന്ത്രിയാക്കി. കായിക യുവജനക്ഷേമ മന്ത്രിയായിരുന്നു ഉദയനിധി സ്റ്റാലിൻ. ഇപ്പോൾ ആസൂത്രണം വികസനം വകുപ്പുകൾ കൂടി ഉദയനിധിക്ക് നൽകിയിട്ടുണ്ട്. இரா ராஜேந்திரன் என்னும் நான் சட்டப்படி அமைக்கப்பெற்ற இந்திய அரசியல் அமைப்பின்பால் உண்மையான நம்பிக்கையும் மாறாக பற்றும் கொண்டிருப்பேன் என்றும் இந்திய நாட்டின் ஒப்பில்லாத முழுமுதல் ஆட்சியையும் ஒருமையையும் நிலைநிறுத்துவேன் என்றும் தமிழ்நாட்டு அரசின் அமைச்சராக உண்மையாகவும் உளச்சான்றின்படியும் என் கடமைகளை நிறைவேற்றுவேன் என்றும் அரசியலமைப்பிற்கும் சட்டத்திற்கும் இணங்க அச்சமும் ஒருதலை சார்புமின்றி விருப்பு வெறுப்பை விலக்கி பலதரப்பட்ட மக்கள் அனைவருக்கும் நேர்மையானதை செய்வேன் என்றும் உளமாற உறுதி கூறுகிறேன். இரா ராஜேந்திரன் என்னும் நான் தமிழ்நாட்டு அரசின் அமைச்சர் என்ற முறையில் எனது கவனத்துக்குள்ளாவதும் தெரிய வருவதுமான எந்த பொருளையும் அமைச்சரின் கடமைகளை உரியவாறு நிறைவேற்ற தேவையான அளவுக்கன்றி ஒருவரிடமோ பலரிடமோ நேர்மையாகவோ மறைமுகமாகவோ அறிவிக்கவோ வெளிப்படுத்தவோ மாட்டேன் என்று உளமாற உறுதி கூறுகிறேன். ഉദയനിധി സ്റ്റാലിൻ തമിഴ്നാടിൻ്റെ ഉപമുഖ്യമന്ത്രിയാകും അല്പസമയത്ത് സത്യപ്രതിജ്ഞ. ഇപ്പോൾ ആദ്യത്തെ മന്ത്രി 3 മന്ത്രിമാരാണ് 4 മന്ത്രിമാരാണ് പുതുതായി സത്യപ്രതിജ്ഞ ചെയ്യുക. ഇപ്പോൾ ഓരോരുത്തരായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുകയാണ്. തമിഴ്നാട്ടിലെ DMK-യുടെ മന്ത്രിസഭയിലെ പ്രധാനപ്പെട്ട മുഖങ്ങൾ ആണിപ്പോൾ നമുക്ക് മുന്നിലുള്ളത് എന്നുകൂടി ചേർത്ത് വെക്കണം. ഒരു മുഖം മാറ്റം, ഒരു പ്രതിച്ഛായ. மாண்புமிகு அமைச்சர் அவர்கள் மாண்புமிகு ஆளுநர் அவர்களுக்கு பூங்கொத்து வழங்குவார்கள். കിരൺ ബാബു, കിരൺ ബാബു കിരൺ, ഉദയനിധിയുടെ കാലമാണിനി. പതുക്കെ അധികാരം, മുഖ്യമന്ത്രി സ്ഥാനം ഉദയനിധിയിലേക്ക് മാറ്റുക. ആരോഗ്യ പ്രശ്നങ്ങളൊക്കെയുള്ള നേതാവ് കൂടിയാണ് സ്റ്റാലിൻ. അതുതന്നെയാണോ ഇപ്പോൾ ലക്ഷ്യം? രഞ്ജിത്ത്, വളരെയേറെ കൗതുകമുള്ള ഒരു മാറ്റം കൂടിയാണിത്. തമിഴ്നാട്ടിലെ ഒരേ കുടുംബത്തിലെ കരുണാനിധി കുടുംബത്തിലെ രണ്ടാമത്തെ തലമുറ മാറ്റമാണിത്. എം കരുണാനിധി ആയിരുന്നു ദീർഘകാലം DMK-യുടെ തുടങ്ങിയ കാലം മുതൽ അദ്ദേഹത്തിന്റെ അവസാന കാലം വരെ DMK നയിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിന്റെ മകൻ MK സ്റ്റാലിന് ഉപമുഖ്യമന്ത്രി സ്ഥാനം കിട്ടാൻ 56-ാമത്തെ വയസ്സ് വരെ കാത്തിരിക്കേണ്ടി വന്നു. അതിനുശേഷം മുഖ്യമന്ത്രി സ്ഥാനം കിട്ടാനും അച്ഛൻ കരുണാനിധിയുടെ മരണം വരെ കാത്തിരിക്കേണ്ട അവസ്ഥയുണ്ടായിരുന്നു. പലപ്പോഴും അദ്ദേഹത്തെ രണ്ടാം സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ
അല്ലെങ്കിൽ അനന്തരഗാമിയായി പ്രഖ്യാപിക്കും എന്നുള്ള സൂചനകളൊക്കെ വന്നെങ്കിലും കരുണാനിധി അത് പ്രഖ്യാപിക്കാതെ നീട്ടിക്കൊണ്ടു പോവുകയായിരുന്നു അവസാന നിമിഷം വരെ. എന്നാൽ സ്റ്റാലിൻ മുഖ്യമന്ത്രി സ്ഥാനം അധികാരത്തിലേറ്റ തൊട്ടു പിന്നാലെ തന്നെ ഈ കഴിഞ്ഞ മത്സരത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ മകൻ ഉദയനിധി സ്റ്റാലിനെ MLA സ്ഥാനത്തേക്ക് ചെപ്പോക്കിൽ നിന്ന് മത്സരിച്ചു. ചെപ്പോക്കിൽ നിന്ന് ആദ്യ തവണ MLA ആയ ഉദയനിധിക്ക് ആദ്യം മന്ത്രിസ്ഥാനം നൽകിയില്ല. പിന്നീട് 2022 അദ്ദേഹത്തെ മന്ത്രിസഭയിലേക്ക് കൊണ്ടുവന്നു. പതിയെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയങ്ങളിലടക്കം ഉദയനിധി സ്റ്റാലിൻ ഇടപെടുകയും അച്ഛന്റെ തണലിൽ നിൽക്കുന്ന ഒരു നേതാവല്ല, സ്വതന്ത്രമായി അസ്തിത്വമുള്ള ഒരു നേതാവാണെന്ന് കുറഞ്ഞ കാലം കൊണ്ട് തന്നെ ഉദയനിധി തെളിയിക്കപ്പെടുകയും അതിനുശേഷം ഇപ്പോൾ തന്റെ അനന്തരഗാമിയായി അല്ലെങ്കിൽ DMKയുടെ അടുത്ത നേതാവായി സ്റ്റാലിൻ ഉദയനിധി സ്റ്റാലിനെ വാഴിച്ചിരിക്കുകയാണ്. തലമുറ മാറ്റം ഒന്നാമത്തെ തന്റെ മുഖ്യമന്ത്രി ടേമിൽ തന്നെ സ്റ്റാലിൻ സാധ്യമാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. എങ്ങനെയാണോ രണ്ടാം സ്ഥാനത്തിന് വേണ്ടി ദീർഘകാലം സ്റ്റാലിന് കരുണാനിധിക്ക് മുന്നിൽ കാത്തു നിൽക്കേണ്ടി വന്നത്, അത്തരമൊരു അനുഭവം തന്റെ മകന് ഉണ്ടാവരുത്, അല്ലെങ്കിൽ തന്റെ പാർട്ടിയിൽ അത്തരമൊരു അനുഭവം ആരാണ് അനന്തരഗാമി എന്നെ സംബന്ധിച്ച് സംശയങ്ങൾ ഉണ്ടാവരുത്, ഏതു സമയത്ത് കാര്യത്തിലും പുതിയ ആൾ ആര് എന്ന കാര്യത്തിന് ഉത്തരം കൃത്യമായി നൽകണം. അതുകൊണ്ട് തന്നെയാണ് സ്റ്റാലിൻ വളരെ കൃത്യമായി ഉത്തരം നൽകിയിരിക്കുന്നു. അത് ഉദയനിധി സ്റ്റാലിനാണ്. ഉദയനിധി സ്റ്റാലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അച്ഛന്റെ മകൻ എന്നതിനപ്പുറത്ത്, സ്റ്റാലിന്റെ മകൻ എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന്റെ വിവാദപരമായ സനാതന ധർമ്മ പരാമർശങ്ങളടക്കം ദേശീയ തലത്തിലടക്കം വളരെ ശ്രദ്ധ നേടുകയും അത് ഒരു തരത്തിൽ ഇന്ത്യ മുന്നണിക്കടക്കം തലവേദനയാണെങ്കിൽ പോലും ആ സ്റ്റാൻഡിൽ തന്നെ പാർട്ടിയും ഉദയനിധിയും ഉറച്ചു നിൽക്കുകയും അത് തമിഴ് രാഷ്ട്രീയത്തെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് ദ്രാവിഡ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് ഏറെ ചലനങ്ങൾ സൃഷ്ടിക്കാൻ പര്യാപ്തമായ പരാമർശമായിരുന്നു സനാതന പരാമർശം. അത്തരം രാഷ്ട്രീയ പരാമർശങ്ങളിലൂടെ എതിരാളികൾക്ക് നേരെ ഉയർത്തുന്ന നിശിതമായ രാഷ്ട്രീയ ആക്രമണങ്ങളിലൂടെ, അതോടൊപ്പം തന്നെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്റ്റാലിനേക്കാൾ മുന്നിൽ നിന്ന് DMKയുടെയും ഇന്ത്യ മുന്നണിയുടെയും പ്രചരണത്തെ നയിച്ചത് ഉദയനിധി സ്റ്റാലിനാണ്. 46-ാമത്തെ വയസ്സിൽ ഉദയനിധി സ്റ്റാലിൻ, സിനിമാ നടനും സിനിമാ നിർമ്മാതാവും കൂടിയായ ഉദയനിധി സ്റ്റാലിൻ തമിഴ് രാഷ്ട്രീയത്തിലെ രണ്ടാമനായി, സ്റ്റാലിന് ശേഷം DMKയിൽ രണ്ടാമനായി വരുന്നു. ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത കൂടിയുണ്ട്. വിജയിയെ പോലെ തമിഴിലെ ഏറ്റവും ജനപ്രിയനായ ഒരു നടൻ മറ്റൊരു സിനിമയായി വരുന്നു. ആ സിനിമയായി വരുമ്പോൾ പുതിയ കാലത്തിന്റെ പ്രതിനിധിയായി തന്നെ DMKയുടെ നേതാവ് DMK ഉദയനിധി അവതരിപ്പിക്കുന്നു. ഒപ്പം തന്നെ മറ്റൊരു വശത്ത് BJPയുടെ നേതാവ് അണ്ണാമലയാണ്. അണ്ണാമലയെ പോലൊരു നേതാവ്, എല്ലാം 50 വയസ്സിൽ താഴെയുള്ള നേതാക്കളാണ്. അണ്ണാമലയായാലും വിജയായാലും 50 വയസ്സ്, അണ്ണാമലയായാലും 50 വയസ്സിൽ താഴെയാണ്. ഉദയനിധി സ്റ്റാലിൻ 46 വയസ്സാണ്. അങ്ങനെ 50 വയസ്സിൽ താഴെയുള്ള 3 പ്രധാനപ്പെട്ട നേതാക്കൾ തമിഴ് രാഷ്ട്രീയത്തിന്റെ നടുമുറ്റത്തേക്ക് വന്നു നിൽക്കുകയാണ്. സ്റ്റാലിൻ എന്ന് പറയുന്ന ഇപ്പോൾ നിലവിൽ തമിഴ് രാഷ്ട്രീയത്തിലെ ഏറ്റവും തലപ്പൊക്കമുള്ള നേതാവിന് ആര് പിൻഗാമി എന്ന ചോദ്യത്തിന് DMKയും സ്റ്റാലിനും ഉത്തരം നൽകിയിരിക്കുകയാണ് ഉദയനിധി സ്റ്റാലിൻ. ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് സ്റ്റാലിൻ ഉദയനിധി സ്ഥാനത്തെത്തുമ്പോൾ DMKയിൽ ഒരു അധികാര കൈമാറ്റം ഉണ്ടാകുമോ എന്ന ചോദ്യം കൂടി ബാക്കി നിൽക്കുകയാണ്. ഒപ്പമാണ് 3-4 മന്ത്രിമാർ കൂടി വരുന്നുണ്ട് കിരൺ. അതിൽ സെന്തിൽ ബാലാജി നമുക്കറിയാം അഴിമതിക്ക് ശിക്ഷിക്കപ്പെട്ട് ഗവർണറുടെ നിർദ്ദേശപ്രകാരം പുറത്തുപോയ ആളാണ്. ഇപ്പോൾ കുറ്റവിമുക്തനായി എന്നത് പൂർണ്ണമായും കോടതി കുറ്റവിമുക്തനാക്കിയിട്ടില്ല. പക്ഷേ കേസിൽ പുറത്തിറങ്ങി ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ ആൾ കൂടിയാണ് സെന്തിൽ ബാലാജി. അദ്ദേഹത്തെ അടക്കം മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരുന്നതോടുകൂടി വിശ്വസ്തരെ കൈവിടില്ല എന്ന് ഉറപ്പുകൂടി നൽകുകയാണ് സ്റ്റാലിൻ. വിശ്വസ്തരെ കൈവിടല്ല എന്ന ഉറപ്പുകൂടിയല്ല, ഒരു രാഷ്ട്രീയമായ ഒരു നീക്കം കൂടിയാണ് MK സ്റ്റാലിൻ നടത്തുന്നത്. സെന്തിൽ ബാലാജിയെ കേസിൽ കുടുക്കിയത് കേന്ദ്ര സർക്കാരാണെന്നും BJP ആണ് എന്നും, സെന്തിൽ ബാലാജി ഏതെങ്കിലും തരത്തിൽ അഴിമതി കാണിച്ചിട്ടില്ല എന്നുള്ള ഉറച്ച നിലപാടിൽ തന്നെയായിരുന്നു തുടക്കം മുതൽ DMK നിന്നത്. DMK അദ്ദേഹത്തിന് ഒരു വകുപ്പുമില്ലാതെ അദ്ദേഹത്തെ മന്ത്രിസ്ഥാനത്ത് ദീർഘകാലം നിലനിർത്തുകയും ചെയ്തു. ഒടുവിൽ ഗവർണറെ അടക്കം ഇടപെടലിനെ തുടർന്നാണ് അദ്ദേഹത്തെ മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കേണ്ട ഒരു ഘട്ടം വന്നത്. ആ ഘട്ടം വരെ എങ്ങനെയൊക്കെ എവിടെയെല്ലാം വരെ സംരക്ഷിക്കാമോ അവിടം വരെ സംരക്ഷിച്ച ശേഷമാണ് സെന്തിൽ ബാലാജിയെ കൈവിട്ടത്. അതിനുശേഷം ഇപ്പോൾ ജാമ്യം ലഭിച്ചപ്പോൾ സെന്തിൽ ബാലാജിയെ മടക്കി മന്ത്രിസഭയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. അത് ദീർഘകാലമായി സ്റ്റാലിനായാലും DMKയാലും എടുക്കുന്ന രാഷ്ട്രീയ നിലപാടിന്റെ പിന്തുടർച്ച കൂടിയാണ്. ഏതെങ്കിലും തരത്തിൽ BJP കേസിൽപ്പെടുത്താൻ, അഴിമതി കേസിൽപ്പെടുത്തി പ്രാദേശിക പാർട്ടികളുടെ അല്ലെങ്കിൽ സംസ്ഥാന പാർട്ടികളുടെ നേതാക്കളെ കേസിൽപ്പെടുത്തി ഒതുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിനെ ശക്തമായി പ്രതിരോധിക്കും എന്നുള്ളതിന്റെ നിലപാട് കൂടിയാണ്. ആ നിലപാടാണ്, അല്ലെങ്കിൽ അത്തരം ഒരു രാഷ്ട്രീയമാണ് മുന്നോട്ട് വെക്കുന്നത്. തമിഴ്നാടിനെ സംബന്ധിച്ച്, DMK സംബന്ധിച്ച് ആ രാഷ്ട്രീയം ഗുണം ചെയ്യുന്ന രാഷ്ട്രീയം തന്നെയാണ്. അതോടൊപ്പം തന്നെ പുതുതായി മന്ത്രിസഭയിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഡോക്ടർ ഗോവി ചേഴിയാനെയും രാജേന്ദ്രനെയും SM നാസറിനെയുമാണ് ഒഴിവാക്കുന്നത്. മനോജ് തങ്കരാജിനെയും അതോടൊപ്പം തന്നെ K രാമചന്ദ്രനെയുമാണ്. പെർഫോമൻസിന്റെ കാര്യത്തിൽ പിന്നാക്കം നിൽക്കുന്ന മന്ത്രിമാരെ ഒഴിവാക്കുന്നു. അതിനു പകരം മന്ത്രിസഭയിലേക്ക് കൂടുതൽ പെർഫോമൻസ് നടത്തുമെന്ന് പ്രതിച്ഛായുള്ള നേതാക്കളെ ഉൾപ്പെടുത്തുന്നു. അത്തരം ഒരു നീക്കം കൂടിയാണ് സ്റ്റാലിൻ നടത്തുന്നത്. തന്റെ മകനെ
അങ്ങനെ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഒപ്പമുണ്ടാവുന്ന ടീം ശക്തമായ ഒരു ടീം ആയിരിക്കണം, അല്ലെങ്കിൽ കരുത്തുറ്റ ഒരു ടീം ആയിരിക്കണം, കുറെ കൂടി ചെറുപ്പക്കാരുടെ ഒരു നിരയായിരിക്കണം എന്നതുകൂടി മുന്നിൽ കണ്ടുള്ള നീക്കം കൂടിയാണ് നടത്തുന്നത്. അതോടൊപ്പം തന്നെ സെന്തിൽ ബാലാജി അടക്കം നിലനിർത്തുന്നതിൽ തമിഴിലെ ദ്രാവിഡ പൊളിറ്റിക്സിലെ കാസ്റ്റ് പൊളിറ്റിക്സിന് കൂടി അതിൽ ചില പ്രാധാന്യങ്ങളുണ്ട്. അത്തരം പ്രാധാന്യങ്ങൾ കൂടി ആ തരത്തിലേക്ക് കൂടി എല്ലാ തരത്തിലേക്കുള്ള ആളുകളെയും കൂട്ടിയോജിപ്പിച്ച് നിർത്തുക എന്നുള്ള ലക്ഷ്യത്തിൽ കൂടിയാണ് സ്റ്റാലിൻ അത്തരം ഒരു നീക്കം നടത്തുന്നത്. പ്രത്യേകിച്ച് വിജയിയെ പോലെ ഒരു തമിഴ്നാടിനെ സംബന്ധിച്ച് ചെറുപ്പക്കാരെ വളരെ വലിയ തോതിൽ ആകർഷിക്കാൻ കഴിവുള്ള ഒരു നടൻ ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടിയുമായി വരുന്നു. അത്തരമൊരു രാഷ്ട്രീയ പാർട്ടി ചിലപ്പോൾ DMK അടക്കം വെല്ലുവിളിയാൻ സാധ്യതയുണ്ട്. നിലവിൽ ADMKക്ക് പ്രധാനപ്പെട്ട നേതാക്കൾ ആരും ഇല്ലാതിരിക്കുകയും ADMK പതിയെ തമിഴ്നാട്ടിലെ രാഷ്ട്രീയത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് ശോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സ്ഥാനത്തേക്ക് സ്വാഭാവികമായും വിജയ് വരാനുള്ള സാധ്യത സ്റ്റാലിനും DMKയും മുന്നിൽ കാണുന്നുണ്ട്. അത്തരം വിജയിയുടെ ഒരു വരവ് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഏറെ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ്. പൊതുയോഗമൊക്കെ വിജയ് വിളിച്ചു ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപക്ഷെ 2026 തെരഞ്ഞെടുപ്പിൽ വിജയിയെ നേരിടുക ഉദയനിധി സ്റ്റാലിനായിരിക്കും. അങ്ങനെ രണ്ട് സിനിമാ താരങ്ങൾ തമ്മിലുള്ള മത്സരമായി കൂടി ആ രാഷ്ട്രീയം മാറുകയും ചെയ്യും. രഞ്ജിത്തെ, അങ്ങനെ കൂടി മാറും. പക്ഷെ സിനിമാ താരങ്ങൾ എന്ന നിലയ്ക്ക് പറയാൻ കഴിയില്ല. വിജയിയെ സംബന്ധിച്ച് വിജയ് സിനിമാ താരം എന്ന നിലയ്ക്ക് പൂർണ്ണമായും ആ താര പദവിയിൽ നിന്നുകൊണ്ടാണ് രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. ഉദയനിധി സ്റ്റാലിനെ സംബന്ധിച്ചിടത്തോളം ഉദയനിധി സിനിമയിലെ നായകനായിട്ടൊക്കെ അഭിനയിച്ചിട്ടുണ്ട് എങ്കിലും വിജയിയെ പോലെ അല്ലെങ്കിൽ ആ മട്ടിൽ ഒരു താര പദവിയുള്ള നേതാവല്ല. പക്ഷേ അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയമായി വലിയ ഇടപെടലാൻ ശേഷിയുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയമായി മറുപടി പറയാൻ ശേഷിയുള്ള DMKയുടെ പ്രചരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം BJP അണ്ണാമലയുടെ നേതൃത്വത്തിൽ വലിയ പ്രചരണമാണ് തമിഴ്നാട് ആകെ നടത്തിയത്. അങ്ങനെ വലിയ പ്രചരണം നടത്തുമ്പോൾ നരേന്ദ്രമോദിയും അമിത്ഷായും നേരിട്ട് വന്ന് തമിഴ്നാട്ടിൽ വലിയ 10ഓളം സീറ്റ് നേടുമെന്നുള്ള ഉറച്ച വാശിയോടുകൂടി പ്രവർത്തനം നടത്തുമ്പോൾ മറുഭാഗത്ത് DMKയുടെ ഇന്ത്യ മുന്നണിയുടെ നേതൃനിരയിൽ നിന്നുകൊണ്ട് പ്രചരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് ഉദയനിധി സ്റ്റാലിനായിരുന്നു. എങ്ങനെ തമിഴ് രാഷ്ട്രീയത്തെ ദ്രാവിഡ രാഷ്ട്രീയത്തെ തെരഞ്ഞെടുപ്പ് കാലത്ത് ദേശീയ തലത്തിൽ അത് ഇന്ത്യ മുന്നണിക്ക് ഉൾക്കൊള്ളാൻ ചില പാർട്ടികൾക്കെങ്കിലും പ്രയാസമുണ്ടെങ്കിലും തമിഴ് രാഷ്ട്രീയത്തെ സംബന്ധിച്ച് ദ്രാവിഡ പാരമ്പര്യത്തിന്റെ ഒരു പിന്തുടർച്ച എന്ന നിലയ്ക്ക് ഇപ്പോഴും ആ വികാരം ഇളക്കിയാൽ സ്വാഭാവികമായും തമിഴ്നാട്ടിൽ അത് രാഷ്ട്രീയ വോട്ടുകളായി മാറാനുള്ള സാധ്യതയുണ്ട്. അതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് വളരെ കൃത്യമായ രാഷ്ട്രീയ പരാമർശങ്ങൾ അദ്ദേഹം നടത്തിയത്. അങ്ങനെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പോടുകൂടി തന്നെ സിനിമാ നിർമ്മാതാവോ നടനോ എന്നതിനപ്പുറത്തേക്ക് ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയ്ക്ക് കഴിവ് തെളിയിച്ചുകൊണ്ടാണ് ഉദയനിധി സ്റ്റാലിൻ ഉപമുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കുന്നത്. സാഹചര്യം ഏതായാലും ഇപ്പോൾ സത്യപ്രതിജ്ഞ ചടങ്ങുകൾ അവസാനിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. തമിഴ്നാട്ടിൽ ഒരു രാഷ്ട്രീയ വ്യത്യാസങ്ങൾ സംഭവിക്കുന്നുണ്ട്. കിരൺ ബാബുവാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇടവേള.